വഴിപാടുകൾ ഫലമറിഞ്ഞു നടത്തിയാൽ അതിവേഗം അനുഗ്രഹം ലഭിക്കും. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നാം വഴിപാടുകൾ കഴിപ്പിക്കാറുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല ഈ വഴിപാടുകളുടെ ഫലങ്ങളെക്കുറിച്ച്. ഇതറിഞ്ഞാൽ ഓരോ വിഷമത്തിനും അതിനനുസരിച്ച് പരിഹാരം ചെയ്യാൻ സാധിക്കും. അതിവേഗം ഫലം ലഭിക്കും. ചില വഴിപാടുകളും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തേത് ഗണപതി ഹോമം വിഘ്ന നിവാരണത്തിനാണ്. പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിനും. രക്തപുഷ്പാഞ്ജലി ശത്രുദോഷ മുക്തിക്കായുള്ള വഴിപാടാണ്. സ്വയംവര പുഷ്പാഞ്ജലി വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും. സഹസ്രനാമ പുഷ്പാഞ്ജലി സർവ്വ ഐശ്വര്യം നൽകുന്നതാണ്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭാഗ്യലബ്ധിക്കും സമ്പൽ സമൃദ്ധിക്കായുള്ള വഴിപാടാണ്. ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ഗൃഹത്തിൽ ശാന്തി കലഹമോചനത്തിനും. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ഇഷ്ടസന്താന ലബ്ധിക്കും. ആയുർ സൂക്ത പുഷ്പാഞ്ജലി ദീർഘായുസിനും വേണ്ടിയുള്ള വഴിപാടാണ്. സൂക്ത പുഷ്പാഞ്ജലി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നൽകുന്നു. ശ്രീ രുദ്രസൂക്ത പുഷ്പാഞ്ജലി സർവാഭിഷ്ട സിദ്ധിയാണ്, ദാരിദ്ര്യമോചനവും നൽകുന്നു. സാരസ്വത പുഷ്പാഞ്ജലി വിദ്യാലാഭവും. വില്ലുവത്ത പുഷ്പാഞ്ജലി ശിവന് കൂവളത്തല കൊണ്ടുള്ള പുഷ്പാഞ്ജലിയാണ്, ശിവസായുജ്യമേകും. പാലഭിഷേകം മനഃശാന്തിയും. ചന്ദനാഭിഷേകം ധനവർദ്ധനവും. പഞ്ചാമൃത അഭിഷേകം ദീർഘായുസിനും. ഇളനീർ അഭിഷേകം ഉയർന്ന പദവി അതുപോലെ സൽസന്താന ഭാഗ്യത്തിനും. ഭസ്മാഭിഷേകം നന്മ ജ്ഞാനം വർദ്ധിക്കുന്നതിനും. അതുപോലെ പഞ്ചഗവ്യ അഭിഷേകം പാപമോചനത്തിനും. തീർത്ഥാഭിഷേകം മനഃശുദ്ധിക്കും. തേനഭിഷേകം സ്വരമാധുരിക്കും. മഞ്ഞൾപ്പൊടി അഭിഷേകം വശീകരണത്തിനും. ശർക്കര അഭിഷേകം ശത്രുക്കളിൽ നിന്നും വിജയം നേടുന്നതിനും. പച്ചകർപ്പൂരാഭിഷേകം ഭയമോചനത്തിനും. തൈരഭിഷേകം മാതൃഗുണത്തിനും. വലംപിരിശംഖ അഭിഷേകം ഐശ്വര്യത്തിനും. കലശാഭിഷേകം ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും. നവാഭിഷേകം സമ്പൽ സമൃദ്ധിക്കും. നെയ്യഭിഷേകം സന്താനഭാഗ്യത്തിനും ഗൃഹ ഐശ്വര്യം. പനിനീർ അഭിഷേകം സരസ്വതി കടാക്ഷത്തിനും പ്രശസ്തിക്കായും. എണ്ണ അഭിഷേകം ശരീരസൗഖ്യവും. ഗണപതിക്ക് മുഴുക്കാപ്പ് സമർപ്പിക്കുന്നത് വിഘ്ന നിവാരണത്തിനും. വിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് ദുഃഖ നിവാരണത്തിനും. പിൻവിളക്ക് മംഗല്യസിദ്ധിയും ദാമ്പത്യ ഐക്യവും. നെയ്വിളക്ക് നേത്രരോഗശാന്തിക്കും. ചുറ്റുവിളക്ക് പാപമോചനം കീർത്തി മനഃശാന്തിയും നൽകുന്ന വഴിപാടുകളാണ്. നാരങ്ങാവിളക്ക് സമർപ്പിക്കുന്നത് വിവാഹഭാഗ്യം രാഹുദോഷ നിവാരണത്തിനും. നിറമാല സമർപ്പിക്കുന്നത് അഭീഷ്ടസിദ്ധിക്കായും. പഞ്ചസാര കൊണ്ട് തുലാഭാരം പ്രമേഹ രോഗശമനത്തിനും. കദളിപ്പഴം കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് രോഗമുക്തിക്കായും. ശർക്കര കൊണ്ട് തുലാഭാരം ഉദരരോഗശമനത്തിനും. ഉപ്പുകൊണ്ട് തുലാഭാരം ഐശ്വര്യവും. കയറുകൊണ്ട് തുലാഭാരം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ മാറുന്നതിനും. വെള്ളം കൊണ്ട് തുലാഭാരം നീർരോഗശമനത്തിനും. പൂവൻപഴം കൊണ്ട് തുലാഭാരം വാതരോഗശമനത്തിനും. കുരുമുളക് കൊണ്ട് തുലാഭാരം ഉഷ്ണരോഗശമനത്തിനും. ചേന കൊണ്ടുള്ള തുലാഭാരം ചർമ്മരോഗശമനത്തിനും വേണ്ടിയുള്ള വഴിപാടുകളാണ്. ആയില്യ പൂജ സമർപ്പിക്കുന്നത് ത്വക്കുരോഗശമനത്തിനും. സർപ്പപ്രീതി സർപ്പദോഷങ്ങൾ നീങ്ങുന്നതിനും. ഉമാമഹേശ്വര പൂജ മംഗല്യ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും. ലക്ഷ്മി നാരായണ പൂജ ദുരിത നിവാരണത്തിനും ശത്രു നിവാരണത്തിനായും. നൂറും പാലും സമർപ്പിക്കുന്നത് രാഹുദോഷം സന്താനലാഭം രോഗശാന്തിക്കായും. ഭഗവതി സേവ ദുരിത നിവാരണം ആപത്തുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതുമായിട്ടുള്ള വഴിപാടുകളാണ്. ബ്രഹ്മരക്ഷസ പൂജ ചെയ്യുന്നത് സ്ഥലദോഷങ്ങൾ നാൽക്കാലി രക്ഷയ്ക്കായിട്ടുള്ള വഴിപാട്. നിത്യപൂജ ചെയ്യുന്നത് സർവ്വവിധ ഐശ്വര്യം നൽകും. ഉദയാസ്തമന പൂജ ദീർഘായുസ ശത്രുദോഷ നിവാരണത്തിനും സർവ്വ ഐശ്വര്യവും നൽകുന്നു. ഉഷപൂജ രോഗശാന്തിക്കും ഗൃഹദ്രവ്യ ലാഭം മനസ്സമാധാനത്തിനായിട്ടുള്ള വഴിപാടാണ്. അത്താഴ പൂജ ആയുരാരോഗ്യ സൗഖ്യവും. നീരാഞ്ജനം ശനിദോഷ നിവാരണത്തിനും രോഗമുക്തിക്കും മനഃശാന്തിയും നൽകുന്ന വഴിപാട്. ഗണപതിക്ക് അപ്പം സമർപ്പിക്കുന്നത് വിഘ്ന നിവാരണത്തിനും വിദ്യാഗുണവും ആരോഗ്യ ദൃഢതയും നൽകുന്നു. കദളിപ്പഴ നിവേദ്യം വിദ്യാലാഭവും. വെണ്ണ നിവേദ്യം ദാരിദ്ര്യമോചനവും. അവിൽ നിവേദ്യം ദാരിദ്ര്യമോചനവും. പഞ്ചാമൃതം ആഗ്രഹ സാഫല്യവും. ചന്ദനം ചാർത്ത് ഉഷ്ണ ചർമ്മ രോഗശമനത്തിനും. ദേവിക്ക് മുഴുക്കാപ്പ് ദീർഘായുസിനും. ശിവന് മുഴുക്കാപ്പ് സമർപ്പിക്കുന്നത് രോഗശാന്തിക്കും ദീർഘായുസിനും വേണ്ടിയുള്ള വഴിപാടുകളാണ്. ഏതാനും കുറച്ച് വഴിപാടുകളെ കുറിച്ച് മാത്രമേ നമ്മളിവിടെ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. കാവടിയാട്ടം വഴിപാട് ഐശ്വര്യലബ്ധിക്കും. മുട്ടറക്കൽ സമർപ്പിക്കുന്നത് തടസ്സമോചനത്തിനും. താലി സമർപ്പണം മംഗല്യഭാഗ്യത്തിനും. വെടിവഴിപാട് കാര്യസാധ്യത്തിനും. പായസം വഴിപാട് ധനധാന്യ ഐശ്വര്യവർദ്ധനവിനും വേണ്ടിയുള്ള വഴിപാടുകളാണ്. ഏതാനും കുറച്ച് വഴിപാടുകളെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.